നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുവാനോ കിടക്കുവാനോ ഒക്കെ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വന്ന സന്തോഷത്തോടു കൂടിയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സന്തോഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സന്തോഷിപ്പിൻ. ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ, യേശു ലോകത്തിലായിരുന്ന സമയത്ത് സന്തോഷമൊക്കെ ഇല്ലാത്തവർക്ക് സന്തോഷം പകരുവാനിടയിൽ തീർന്നു. അനേകർ യേശുവിനെ പിന്തുടർന്നത് ദുഃഖിച്ചും ഭാരപ്പെട്ടുമൊക്കെ കടന്നു വന്നവരൊക്കെ സന്തോഷിപ്പിച്ചയച്ചു. എങ്ങനെയെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉള്ള പാപങ്ങളെയൊക്കെ ക്ഷമിച്ചു, അവരുടെ ജീവിതത്തിൽ അവരുടെ രോഗങ്ങളെ ക്ഷമിച്ചു, രോഗങ്ങളെ സൗഖ്യമാക്കി, പാപത്തിന് പരിഹാരം നൽകി, ശാപത്തിൽ നിന്ന് വിടിവിച്ചു, മരണത്തിൽ നിന്ന് ആമേൻ ഉയർത്തി നിത്യസന്തോഷത്തെ നൽകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ യേശുവിനെ ഒരുപാട് പേര് അനുഗമിച്ചു. ഒരു വലിയൊരു പുരുഷാർ യേശുവിനെ അനുഗമിക്കുകയുണ്ടായി. യേശു നായകനായി ലോകത്തിലുണ്ടായിരുന്ന സമയത്ത്, കാഴ്ചയായി ലോകത്തിൽ യേശുവിനെ അനുഗമിച്ച പുരുഷാരം ഒരിക്കൽ യേശു പറഞ്ഞ ചില വചനങ്ങൾ നിമിത്തം പിന്മാറിപ്പോകുവാനിടയിൽ തീർന്നു. ചില വചനങ്ങൾ, യേശു പറഞ്ഞ വചനങ്ങൾ നിമിത്തം ചിലർ പിന്മാറിപ്പോകുവാനിടയിൽ തീർന്നു. യേശുവിനെ അനുഗമിച്ചവർ അനേകരങ്ങനെ ആ കാലഘട്ടത്തിൽ പിന്മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു പറഞ്ഞു, അനേകര് തന്നെ വിട്ട് തന്നെ അനുഗമിച്ചു വന്നവർ, തന്നിൽ നിന്ന് നന്മകൾ പ്രാപിച്ചവർ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ, വിടുതലുകൾ പ്രാപിച്ചവർ, സൗഖ്യവും സമാധാനവും അനുഭവിച്ചവർ, സന്തോഷം അനുഭവിച്ചവർ അനേകര് യേശുവിനെ വിട്ട് അകന്നു പോയപ്പോൾ യേശു പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട്, താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു പറഞ്ഞു, നിങ്ങൾക്കും പോകാം. അനേകർ പോയല്ലോ, നിങ്ങൾക്ക് പോകാം. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യനാകുന്ന പത്രോസ് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. നിത്യജീവൻ്റെ വഴികൾ നിങ്കലുണ്ടല്ലോ കർത്താവേ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ ഓടിപ്പോകും? ഹല്ലേലൂയ. ഇവിടെയും നമ്മൾ ഒരുമിച്ച് കാണും, അവിടെയും കാണും. പാപ്പന നീര ചർച്ചകട ദൈവസഭയിലെ ദൈവമക്കളെ ഇവിടെയും കാണും, അവിടെയും ഞങ്ങൾ കാണും. ആമേൻ. ഉറപ്പുള്ളവരെന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വാസമുള്ളവരായിരിക്കണം, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ആമേൻ. ഒരിക്കലിങ്ങനെ ആമേൻ യേശു, കാരണം ആ ഒരു പഴയ ദൈവം വായിക്കുമ്പോൾ, പഴയ ദൈവപുസ്തകം വായിക്കുമ്പോൾ ആമേൻ യോശുവയെ ദൈവം ശക്തിപ്പെടുത്തുന്നുണ്ട്. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ആമേൻ. ദൈവം പറയുകയാണ്, സ്തോത്രം. അനേകർ ഉറപ്പില്ലാതിരിക്കുമ്പോൾ, അനേകർ ഉറപ്പില്ലാതെ അവിശ്വാസികളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ, പിൻമോക്കം ഓടുമ്പോൾ, പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ, ഇവിടെ എന്ത് അവിടെയല്ലേ എന്ന് പറഞ്ഞ് ഓടുമ്പോൾ, ആമേൻ, കുറ്റം പറഞ്ഞ് പരിഹസിച്ച് ഓടുമ്പോൾ, ആമേൻ, പൗലോസ് ആമേൻ യോശുവയെ ദൈവം ആമേൻ ബലപ്പെടുത്തി. പലരും ഓടാൻ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, യോശുവയുടെ ദൈവം പറഞ്ഞു, നീ ഉറപ്പും ധൈര്യവുമുള്ളവനായി നിൽക്കാം. എന്നാൽ നിന്റെ മുൻപിൽ അനുഗമിക്കുന്നവർക്ക് ഞാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ ദേശം നീ വിഭജിച്ച് കൊടുക്കും. അതെ, ഇന്ന് പകൽക്കാലത്തിൽ ശബ്ദം കേൾക്കുന്നവർക്ക് കനാൻ ഉറപ്പാ കേട്ടോ, ഉറപ്പാണ്. നമ്മൾ കനാൻ അവകാശമാക്കും. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ നമ്മൾ പ്രാപിക്കും. കർത്താവ് ഒരുക്കി വെച്ചിരുന്ന വിടുതലുകൾ നമ്മൾ പ്രാപിക്കും. ഓ കലപ, അതിൻ്റെ ശത്രുവിനെ എടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നത് നമുക്കുള്ളതാ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് നമുക്കുള്ളതാ. ആമേൻ. നമ്മൾ ജീവനുള്ളവരുടെ ദേശത്ത് നടന്ന് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ആമേൻ. ശബ്ദപരിധിയിലുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വവും സർവമാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ.
പകൽക്കാലത്തെ ഓർത്ത് പിന്നെയും കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ സങ്കീർത്തന പുസ്തകത്തിലൂടെ നമ്മൾ അതിൻ്റെ 16 സങ്കീർത്തനം നമ്മൾ പകൽക്കാലത്തിൽ വായിപ്പാനിടയായി തീർന്നു. അതിൻ്റെ 10-ാമത്തെ വചനം ഇപ്രകാരമാകുന്നു എഴുതപ്പെട്ടിരിക്കുന്നു: നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. ആമേൻ. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല എന്നാകുന്നു ദൈവത്തിൻ്റെ വചനം. ആമേൻ. ഭക്തൻ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പാതാളത്തിലേക്ക്, ആമേൻ, ആമേൻ, സ്തോത്രം, പാതാളത്തിലേക്ക് നമ്മളെ വിടുകയില്ല. പാതാളം എവിടെയാണ്? നരകം. ആമേൻ, ആമേൻ. ദ്രവിച്ച് ലോകത്തില് നമ്മൾ മരിച്ചടക്കപ്പെട്ട് ദ്രവത്വത്തിന് ദൈവം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ദൈവം നമ്മളെ ഉയർത്തി ജീവിപ്പിക്കും. മരിച്ചാലും ഉയർത്തി ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കണം? നമ്മൾ ഉയർത്തി ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ? ഓ ഹല്ലേലൂയ. ദ്രവത്വത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. രോഗത്തിന്, ഭാരത്തിന്, വേദനകൾക്ക് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ. അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലത്തിൽ വിടുതൽ അനുഭവിക്കുന്നൊരു പകൽക്കാലമായി തീരാൻ പോവാ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ഓർത്ത് പിന്നെ ഈ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് യെഹെസ്കേലിൻ്റെ പുസ്തകം. ഹല്ലേലൂയ. അതിൻ്റെ യെഹെസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം. ആമേൻ. ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ? ദിവസം വായിച്ചാലും. യെഹെസ്കേലിൻ്റെ പുസ്തകം 37-1. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവ് ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മൾ ദൈവവചനം നോക്കുമ്പോൾ, വായിക്കുമ്പോൾ കാണുന്നതാണ്. ആമേൻ. ദൈവമാകുന്ന കർത്താവ് പ്രവാചകനെ, യെഹെസ്കേലിനെ ആത്മാവിൽ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രവാചകൻ താഴ്വരയുടെ നടുവിൽ നിന്നപ്പോൾ അവിടെ കാണുന്നത്, ഹല്ലേലൂയ, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. പ്രവാചകൻ കാണുന്നത് അസ്ഥികളെയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എവിടെ നോക്കിയാലും അസ്ഥി, എങ്ങോട്ട് നോക്കിയാലും അസ്ഥി. ചുറ്റി ചുറ്റി നടന്നു നോക്കിയപ്പോൾ എല്ലായിടത്തും അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയാകുന്നു കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രവാചകൻ നോക്കിയപ്പോൾ തലങ്ങും വിലങ്ങും നോക്കി, 4 ഭാഗത്തേക്ക് നോക്കി. ജീവനുള്ളവരെ ആരെങ്കിലും കാണാമോ എന്ന് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ജീവനുള്ളവരെ ആരെയും കാണുന്നില്ല. താഴ്വര മുഴുവനും അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുള്ള അസ്ഥികളെന്ന് ചോദിച്ചാൽ, മരിച്ചവരുടെ അസ്ഥികൾ, ചത്തവരുടെ അസ്ഥികൾ. ആമേൻ. ഹല്ലേലൂയ. നശിച്ചു പോയവരുടെ അസ്ഥികൾ. അങ്ങനെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അസ്ഥികൾക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനില്ല. ഹല്ലേലൂയ. ആമേൻ. ജീവനില്ല. അസ്ഥികൾക്ക് ജീവനില്ല. എല്ലായിടവും നോക്കിയപ്പോൾ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ സ്തോത്രം, അസ്ഥികളുടെ നടുവിലാണ് പ്രവാചകൻ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരുടെ അസ്ഥികളാണ്? ആമേൻ. മനുഷ്യരുടെ അസ്ഥികളാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ എന്ന് ചോദിച്ചാൽ പിന്നെയും ആരുടെ എന്ന് ചോദിച്ചാൽ അത് ഇസ്രായേൽ ഗ്രഹത്തിന്റെ അസ്ഥികളാണ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ ഇസ്രായേൽ ആയിരുന്നാലും ആരായിരുന്നാലും മരിച്ചവരുടെ ജീവിതത്തിൽ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് കൊണ്ടുപോകും? മരിച്ചു കഴിഞ്ഞാൽ പാതാളത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്. നമ്മൾ ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യുവാൻ കൊണ്ടുപോകും, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും.
കല്ലറകളിലെ ക്രിസ്ത്യാനിയാണെങ്കിൽ ആമേൻ കല്ലറകളിലേക്ക് വയ്ക്കുവാൻ കൊണ്ടുപോകും. അല്ലെങ്കിൽ മറ്റുള്ള ആമേൻ ജാതിവർണ്ണ ഭാഷ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നെങ്കിൽ അവർ ശവപ്പറമ്പുകളിലേക്ക് ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇവിടെ ആമേൻ നമ്മൾ ആര് ഇവിടെ മരിച്ചടക്കപ്പെട്ടാലും ഹല്ലേലൂയ ആമേൻ ഇവിടെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഇവിടെ പ്രവാചകൻ നോക്കിയപ്പോൾ ഹല്ലേലൂയ ആമേൻ താൻ നോക്കിയപ്പോൾ താഴ്വരയുടെ നടുവിൽ നോക്കിയപ്പോഴൊക്കെയും ആമേൻ ആകമാന എങ്ങോട്ട് തിരിഞ്ഞപ്പോഴും ഏത് വാക്ക് തിരിഞ്ഞപ്പോഴൊക്കെയും അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ മരിച്ച മനുഷ്യരുടെ അസ്ഥികളാണ് എങ്ങോട്ട് നോക്കിയപ്പോഴും കാണുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ. മരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? മരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ, ജീവനുള്ള ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ, ഒരു സമയത്ത് മനുഷ്യന് ജീവനുണ്ടായിരുന്നു, മരിക്കുമ്പോൾ എന്ത് ചെയ്യും? മരിക്കുമ്പോൾ ആമേൻ മനുഷ്യരുടെ മേൽ നിന്ന് ഒന്നാമത് അവന്റെ ആത്മാവ്, അവന്റെ ജീവൻ നഷ്ടമായി പോകുവാനിടയെ തീരും. ഹല്ലേലൂയ. അവന്റെ ആത്മാവ് നഷ്ടമായി പോകുവാനിടയെ തീരും. അവന്റെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ആത്മാവ് പോയാൽ പിന്നെ മരിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്നാമത് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ആമേൻ ദേഹത്ത് നിന്ന് അവന്റെ ആത്മാവ് നഷ്ടമായി പോകുവാനിടയെ തീരും. രണ്ടാമത് എന്താ സംഭവിക്കുന്നത്? അവന്റെ ദേഹത്തിൽ നിന്ന് ത്വക്ക് പോകുവാനിടയെ തീരും. മൂന്നാമത് എന്താ സംഭവിക്കുന്നത്? മാംസവും ഞരമ്പും അവന്റെ ദേഹത്ത് നിന്ന് പോകുവാനിടയെ തീരും. നാലാമത് എങ്ങനെയാകുന്നു പോകുന്നത്? അസ്ഥികൾ അവന്റെ മേൽ നിന്ന് ബന്ധം വിട്ട് പോകുവാനിടയെ തീരും. അസ്ഥികൾ ബന്ധം വിട്ട് അങ്ങ് പോകുവാനിടയെ തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അസ്ഥികൾ ബന്ധം വിട്ട് കിടക്കുന്ന അസ്ഥികളുടെ നടുവിലാണ് ഇപ്പോൾ പ്രവാചകനെ ഇവിടെ ആമേൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പ്രവാചകനെ ആമേൻ ഹല്ലേലൂയ ആരെയെന്ന് ചോദിച്ചാൽ യെഹെസ്കേലിനെ ആത്മാവിൽ ആമേൻ 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 പ്രവചി ആമേൻ നടത്തുന്ന ആത്മാവിൽ ദൈവം ആമേൻ അവനെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ദൈവമൊക്കെ നമ്മുടെ കർത്താവ് ആരാണ്? ആത്മാവാണ്. നമ്മുടെ ദൈവം ആത്മാവാകുന്നു. ആ ആത്മാവാകുന്ന ദൈവം ഇപ്പോൾ പകൽക്കാലത്തിൽ ആമേൻ പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞു കിടക്കുന്ന താഴ്വരയിൽ നിർത്തിയിരിക്കുകയാണ്. അവനെ ആത്മാവിൽ നിർത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആത്മാവാകുന്നു അല്ലേ? ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. ആത്മാവായ ദൈവം ഹല്ലേലൂയ ആമേൻ. ആ ആത്മാവായ ദൈവത്തെ നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ ദൈവത്തെ യഹോവ എന്നാകുന്നു പേര് വിളിച്ചിരുന്നത്. അത് ആത്മാവായ ദൈവം പലർക്കും പ്രത്യക്ഷനായിട്ട് ആ ദൈവം പറഞ്ഞത് ഞാൻ യഹോവയാകുന്നു, യഹോവയായ ദൈവമാകുന്നു, ഞാൻ യഹോവയായ ദൈവമാകുന്നു. യഹോവയാണ് ആമേൻ. യഹോവയുടെ ആത്മാവിനാൽ പ്രവാചകനെ ഹല്ലേലൂയ ആമേൻ പ്രവാചകനെ ഹല്ലേലൂയ ആമേൻ താഴ്വരയുടെ നടുവിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ യഹോവയായ ദൈവം ആദിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ, മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? മനുഷ്യരെ സൃഷ്ടിച്ചത് ഹല്ലേലൂയ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം. ദൈവം പറയുന്നത് മനുഷ്യനെ പൊടിയിൽ നിന്ന് സൃഷ്ടിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. ആദിയിൽ മനുഷ്യനെ ദൈവം യഹോവയായ ദൈവം സൃഷ്ടിച്ചപ്പോൾ, പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ അവന് അസ്ഥി ഇല്ലായിരുന്നു. ഹല്ലേലൂയ. അവന്റെ മേല് ഹല്ലേലൂയ ആമേൻ മാംസവും ഞരമ്പും ഇല്ലായിരുന്നു. അവന്റെ മേൽ ത്വക്ക് ഇല്ലായിരുന്നു. അവന്റെ മേൽ ജീവൻ ഇല്ലായിരുന്നു. എന്നാൽ ആദിയിലെ യഹോവയായ ദൈവം തൻ്റെ രൂപസാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഹല്ലേലൂയ തൻ്റെ രൂപസാദൃശ്യത്തിൽ ആമേൻ പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് തൻ്റെ കൈകളാൽ കരങ്ങളാൽ ദൈവം കരം കൊണ്ടുണ്ടാക്കിയതാണ് മനുഷ്യന്റെ രൂപം. തൻ്റെ രൂപസാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിപ്പാനിടയായി തീർന്നത്. ഹല്ലേലൂയ. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ആമേൻ ഹല്ലേലൂയ രൂപസാദൃശ്യത്തിൽ ഉണ്ടാക്കിയിട്ട് ആമേൻ
സൃഷ്ടിച്ചപ്പോൾ, അവനെ ഉണ്ടാക്കിയപ്പോൾ, അവനെ സൃഷ്ടിച്ചപ്പോൾ അവന് അസ്ഥി ഇല്ലായിരുന്നു കേട്ടോ. എന്നാൽ അവൻ്റെ മേല് അസ്ഥി, ആമേൻ, അസ്ഥി വരുമാറാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ അവൻ്റെ മേൽ അസ്ഥി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയപ്പോൾ, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ, പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ അസ്ഥി ഇല്ലായിരുന്നു. മാംസവും ത്വക്കും അവന്റെ മേൽ ഇല്ലായിരുന്നു, അവന്റെ മേൽ ജീവൻ ഇല്ലായിരുന്നു. എന്നാൽ ദൈവം, ആദിയിലെ ദൈവം, ആമേൻ, ഹല്ലേലൂയ, മനുഷ്യന്റെ, താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യന്റെ മേൽ, ആമേൻ, ആമേൻ, അസ്ഥികൾ ചേർന്ന് വരുമാറാക്കി. ഹല്ലേലൂയ. ചേർന്നു വരുമാർ, അസ്ഥികളെ മനുഷ്യന്റെ മേൽ ചേർന്ന് വരുമാറാക്കി ദൈവം, യഹോവയായ ദൈവം. തുടർന്ന് ഹല്ലേലൂയ, അസ്ഥിയുടെ മേൽ ഞരമ്പും മാംസവും വരുമാറാക്കി. തുടർന്ന് ആമേൻ, മനുഷ്യന്റെ മേൽ ത്വക്ക് കൊണ്ട് പൊതിയുമാറാക്കി. ഹല്ലേലൂയ, ആമേൻ. അപ്പോഴോ, ആമേൻ, ത്വക്ക് കൊണ്ട് പൊതിഞ്ഞ് നിർത്തിയ മനുഷ്യന് ജീവനില്ലായിരുന്നു കേട്ടോ, ജീവനില്ലായിരുന്നു. ആമേൻ. എന്നാൽ യഹോവയായ ദൈവം താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യനെ, ഇപ്രകാരം ഉണ്ടാക്കിയ മനുഷ്യനെ ജീവനില്ലായിരുന്നു. ആ മനുഷ്യന്റെ ജീവിതത്തിൽ യഹോവയായ ദൈവം തൻ്റെ ശ്വാസത്തെ, തൻ്റെ ആത്മാവിനെ, ആമേൻ, മനുഷ്യന്റെ മേൽ ഊതുവാനിടയായി തീർന്നു. അവന്റെ മൂക്കിൽ അവന്റെ യഹോവയുടെ ശ്വാസത്തെ ഊതുവാനിടയായി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള, ഹല്ലേലൂയ, ദേഹിയായി തീർന്നു, ദേഹമായി തീർന്നു, ജീവനുള്ള ദേഹമായി തീർന്നു. ഓ, അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കൈകൊണ്ടാണ് നമ്മളേക്ക് ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ രൂപസാദൃശ്യം ദൈവ രൂപസാദൃശ്യമാണ് കേട്ടോ ദൈവമക്കളെ, ദൈവ രൂപസാദൃശ്യമാണ്. മറ്റൊന്നിനും ഭൂമിയിൽ ദൈവ രൂപസാദൃശ്യം കൊടുത്തില്ല. ആമേൻ. പ്രത്യേകാൽ മനുഷ്യന് മാത്രം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ അനുഗമിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത മനുഷ്യന് വേണ്ടി മാത്രം ദൈവത്തിന്റെ രൂപസാദൃശ്യവും ദൈവത്തിന്റെ ജീവനം, ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പകർന്നു. എത്ര സന്തോഷം, എത്ര സന്തോഷം, എത്ര സൗഭാഗ്യം. ഈ ആനന്ദിച്ച് ഈ വിഷയമേ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം ദൈവരൂപ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാകുന്ന മനുഷ്യനെ ദൈവം താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ തൻ്റെ തോട്ടത്തിൽ, തൻ്റെ കൈവശത്തിരിക്കുന്ന തോട്ടത്തിൽ, അത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതല്ല, തൻ്റെ തോട്ടത്തിൽ താൻ സൃഷ്ടിച്ച തൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യൻ നന്മ അനുഭവിക്കുവാൻ വേണ്ടി എല്ലാ നന്മയും ഒരുക്കി വച്ചിരുന്ന തോട്ടത്തിൽ താൻ സൃഷ്ടിച്ച മനുഷ്യൻ ശാശ്വതമായി തോട്ടത്തിൽ വസിച്ച് തന്നെ അനുഗമിക്കണം, തന്നെ ആരാധിക്കണം, തന്നെ അനുസരിക്കണം. തൻ്റെ സന്നിധിയിൽ അവരെന്നും നന്ദിയുള്ളവരായി ജീവിക്കണം. അവരുടെ ആമേൻ, ആമേൻ. ഇപ്രകാരം താൻ ഒരുക്കിയ ദൈവം തമ്പുരാൻ, താൻ ഒരുക്കിയ മനുഷ്യൻ തന്നോട് കൂടെ ജീവിക്കുവാൻ, ശാശ്വതമായി ജീവിക്കുവാൻ വേണ്ടി ദൈവം തോട്ടത്തിൽ കൊണ്ടുവന്നു. എങ്കിലും ആമേൻ, കൊണ്ടുവന്നു. എല്ലാ നന്മകളും ഒരുക്കിയിരുന്നു, അവന് വേണ്ടുന്നതൊക്കെ ഒരുക്കിയിരിക്കുന്നു, ഒരുക്കിയിരുന്നു. എന്നാൽ യഹോവയായ ദൈവം, ഹല്ലേലൂയ, മനുഷ്യനോട് കൽപ്പിച്ചത്, ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം പ്രൈസ് ദി ലോർഡ് 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മനുഷ്യനോട് ചില ഇതൊക്കെ കൽപ്പിപ്പാനിടയിൽ തീർന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, ആമേൻ, ഹല്ലേലൂയ, ദൈവം പറയുന്ന കൽപ്പനകൾ, പ്രമാണങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ആമേൻ, അവർ മരിച്ചു പോകുവാനിടയിൽ തീരും. ദൈവത്തോടു കൂടെ ശാശ്വതമായി ജീവിക്കുവാൻ കഴിയാതെയായി തീരും. അവന്റെ നിത്യവാസം ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുവാനിടയിൽ തീരും. ആയതുകൊണ്ട് താൻ സൃഷ്ടിച്ച മനുഷ്യൻ ശാശ്വതമായി ജീവിക്കേണ്ടതിന്
തന്നോടുകൂടെ തന്നെ ആരാധിച്ച് തന്നെ അനുഗമിച്ച് ആമേൻ ആമേൻ ദൈവവും മനുഷ്യനുമായി ജീവിക്കേണ്ടതിനെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവം എന്ന കർത്താവ് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവരോട് കൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം ഒന്ന് വായിച്ചാൽ ദൈവാസിയെ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15, 16, 17 വചനങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോയി ആ ഏദെൻ തോട്ടത്തിൽ വേല ചെയ്യുവാനാക്കി, അതിനെ കാപ്പാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളെയും ഫലം നിനക്ക് ഇഷ്ടംപോലെ തിന്നാം. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ ദൈവം പറഞ്ഞ കാര്യം ഇതാവുന്നു. പ്രൈസലോ, താൻ സൃഷ്ടിച്ച മനുഷ്യനെ ആമേൻ തന്റെ രൂപസാദൃശ്യത്തിൽ ആമേൻ താൻ ഉണ്ടാക്കിയ മനുഷ്യനെ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ ആമേൻ തന്റെ മനുഷ്യന് വേണ്ടുന്ന എല്ലാ നന്മകളും താൻ ഒരുക്കിയിരിക്കാനിടയായി തീർന്നു. അവിടെ ആമേൻ ദൈവം പറഞ്ഞത് ഹല്ലേലൂയ തോട്ടത്തിൽ കൊണ്ടുവന്ന് ആമേൻ മനുഷ്യനെ വേല ചെയ്യുവാനും തൻ്റെ തോട്ടത്തിൽ വേല ചെയ്യുവാനും കാപ്പാനുമാക്കിയിട്ട് പറഞ്ഞത് ഈ തോട്ടത്തിൽ ആമേൻ പലവിധമാകുന്ന വൃക്ഷഫലങ്ങളുണ്ട്, എന്നാൽ അതിൻ്റെ കൂടെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലമുണ്ട്. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ആമേൻ നിങ്ങൾ നന്മതിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കും. ഈ ഒരു കൽപ്പന കൊടുത്തു. നിങ്ങൾ മരിക്കാതിരിക്കുവാൻ വേണ്ടിയാകുന്നു ഞാനിത് പറയുന്നത്. നിങ്ങൾ ദൈവത്തോടു കൂടെ എന്നും ശാശ്വതമായി നിത്യമായി ജീവിക്കുവാൻ വേണ്ടിയാകുന്നു ഞാനിത് പറയുന്നത്. ആമേൻ ആമേൻ. ദൈവം ഒരുക്കിയ തോട്ടത്തിൽ, മനുഷ്യന് വേണ്ടി ഒരുക്കിയ തോട്ടത്തിൽ 3 വിധമാകുന്ന ഫലങ്ങളെ ദൈവം നട്ടിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിന് മുകളിലത്തെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം നട്ടിരുന്നത് ആമേൻ ദൈവത്തിൻ്റെ തോട്ടത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം തോട്ടത്തിൽ, ഏദൻ തോട്ടത്തിൽ ദൈവം എന്ന കർത്താവ് ഒരുക്കിയിരുന്നത് ആമേൻ ഒന്നാമത് പറയുന്നത് ഹല്ലേലൂയ ആമേൻ കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലവും ഉള്ളതുമാകുന്ന നിരവധി വൃക്ഷങ്ങൾ നട്ടിരുന്നു. തിന്മാൻ നല്ല ഫലമുള്ളതും കാണാൻ ഭംഗിയുള്ളതുമാകുന്ന ഒരു കൂട്ടം വൃക്ഷങ്ങൾ നട്ടിരുന്നു. രണ്ടാമത് തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷം നട്ടിരുന്നു. ഒന്നാമത് പറഞ്ഞത് ആമേൻ വൃക്ഷഫലം മനുഷ്യരിഷ്ടം പോലെ തിന്നാം. കാണാൻ ഭംഗിയുള്ളത് തിന്മാൻ നല്ല ഫലമുള്ളതുമായ വൃക്ഷഫലം മനുഷ്യരിഷ്ടം പോലെ തിന്നാം. മാത്രവുമല്ല യഹോവയായ ദൈവം രണ്ടാമത് സൃഷ്ടിച്ചു വെച്ചിരുന്നത് ആമേൻ ആമേൻ തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷം നട്ടിരുന്നു. ഈ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൽ നിത്യമായി ജീവിക്കാം. മനുഷ്യന് മരണം ഇല്ല, ദൈവത്തോട് കൂടെ ജീവിക്കാം എന്ന് ദൈവം കണ്ടിരുന്നു. ശാശ്വതമായി ആയതുകൊണ്ടാകുന്നു ജീവവൃക്ഷം നട്ടിരുന്നത്. ആമേൻ. മൂന്നാമതായി നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നട്ടിരുന്നു. അങ്ങനെ 3 തരത്തിലുള്ള വൃക്ഷഫലങ്ങളെ ദൈവം തോട്ടത്തിൽ നട്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും കാപ്പാനും അവിടെ ആക്കിയിട്ട് യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് നിങ്ങൾ തോട്ടത്തിൻ്റെ ഉള്ളത് സകലം നിങ്ങൾക്ക് തിന്നാം, പക്ഷേ നന്മ തിന്മകളെ കുറിച്ച് അറിവിൻ്റെ വൃക്ഷഫലം മൂന്നാമതുള്ളത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നുന്ന ആളുകൾ മരിക്കും. നിങ്ങൾ മരിക്കും. പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ആയുസ് പോവും, ആരോഗ്യം പോവും, നന്മ പോവും, വിടുതൽ പോവും, രോഗിയാകും, ഭാരപ്പെടും, കഷ്ടം വരും, വിതച്ചാലൊന്നും നടക്കത്തില്ല, ഉള്ളും പറക്കാരെയൊക്കെ ഉണ്ടാകും, മരിക്കും, വേദനയോടെ അധ്വാനിക്കും, വേദനയോടെ പ്രസവിക്കും, മരിക്കും. ദൈവത്തിന്റെ ആത്മാവ് അങ്ങ് പോകും, ആത്മാവ് കൂടെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. മനുഷ്യൻ സമയം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആമേൻ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വചനം പറയുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 6:6 ദൈവപുത്രന്മാരെ കുറിച്ച് പറയുന്നു. ദൈവപുത്രന്മാര് ആമേൻ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു.
അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിക്കയില്ല. അവൻ മനുഷ്യനല്ലോ, അവൻ ജഡം തന്നെ, അവൻ ജഡമല്ലോ, ചത്തവൻ മരിച്ചവൻ. ഹല്ലേലൂയ. അവൻ ജഡമല്ലയോ, അവൻ മരിച്ചവനല്ലയോ, അവൻ ചത്തവനല്ലയോ. ഹല്ലേലൂയ. ദൈവം അവൻ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ആമേൻ. നമ്മുടെ ചിന്താവിഷയം എന്തെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ജീവിപ്പിക്കുന്നവനാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ജീവിപ്പിക്കുന്നവർ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മുടെ കർത്താവ് ജീവിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. ചത്തവരെ, കുഴഞ്ഞവരെ, ക്ഷീണിച്ചവരെ, ബലഹീനരായവരെ, രോഗികളെ, ഭാരപ്പെടുന്നവരെ എല്ലാവരെയും ജീവിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. മരിച്ചാൽ നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ഉയർത്ത് ജീവിക്കും. ആമേൻ. ശവപ്പറമ്പിൽ അടക്കിയാലും അതിനെ പുറത്തെടുപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അവനിൽ വിശ്വസിക്കുന്നവരാരും ലജ്ജിച്ചു പോവാൻ കർത്താവ് ഇടവരുത്തത്തില്ല. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും കുറവ് വരത്തില്ല. അവൻ രോഗിയായി തീർന്നാൽ വിടുവിക്കപ്പെടും. നീതിമാന്മാരെ കുറിച്ച്, അവനിൽ വിശ്വസിക്കുന്ന മക്കളെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലം പരിചാകത്തില്ല. എന്നാൽ നീതികെട്ടവർ, അവിശ്വാസികൾ, ബിംബാരാധികൾ, ദുർനടപ്പുകാർ, ലോകപ്രകാരം ജീവിക്കുന്നവര് എല്ലാവരെയും തീപ്പൊയ്കയിൽ കിടന്ന് ചാവും. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചത് കേട്ട് ദൈവദാസൻ വായിച്ച പ്രകാരം നോക്കിയാല് ആമേൻ, ഹല്ലേലൂയ, ദൈവം മനുഷ്യനെ ആമേൻ ദൈവപാതയിൽ നടത്തുവാൻ കൊണ്ടുവന്നു. പക്ഷേ മനുഷ്യൻ ഈ ലോകത്തിൽ വന്നു ലോകപ്രകാരം ജീവിപ്പാനിടയിൽ തീർന്നു. സാത്താൻ്റെ ഉപദേശം കേട്ട് ലോകപ്രകാരം ലോകമോഹമൊക്കെ അകപ്പെട്ട് ഇവിടെ മനുഷ്യൻ ആമേൻ വായിച്ച പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലുള്ളത് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ആമേൻ. ദൈവത്തിൻ്റെ പുത്രന്മാര് ദൈവത്തെ ആമേൻ രാപ്പകൽ ആരാധിക്കുവാൻ വേണ്ട മക്കൾ, ആമേൻ, ദൈവപുത്രന്മാർ ആത്മാവിൽ പാടി ആരാധിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കേണ്ടവർ, അവർ ലോകത്തിലുള്ള തിരഞ്ഞെടുത്തു എന്ന ആളാണ്. മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് കൺമോഹം അവരുണ്ടായി. കൺമോഹം, ജഡമോഹം ഉണ്ടായി. ആമേൻ. ജീവിതത്തിൻ്റെ പ്രഭാവൻ്റെ പേരുണ്ടായി. കൺമോഹം ഉണ്ടായിട്ട് ആമേൻ മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവർ കണ്ടിട്ട് ബോധിച്ചവർ ഭാര്യമായി എടുത്തു. അത് നിമിത്തം ദൈവം പറഞ്ഞു, എൻ്റെ ആത്മാവ് യവൻ്റെ വേലയിൽ വിശ്വസിക്കത്തില്ല. അവൻ ജഡം തന്നെയല്ലയോ, അവൻ ലോകപ്രകാരം ജീവിക്കുന്നു. ദൈവപ്രകാരം ജീവിക്കണം ദൈവം ആഗ്രഹിച്ചു. ആത്മാവിൽ ജീവിക്കണമെന്ന്, ആത്മാവ് പ്രാപിച്ച് ദൈവത്തോടു കൂടി ശാശ്വതമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ ആത്മാവൊക്കെ വണ്ണാക്കെട്ട. ആമേ സ്തോത്രം. ഇപ്പോഴും നമുക്ക് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. സ്തോത്രം. ആനന്ദത്തിൽ കൂടിയുള്ളതാണ് ഈ കല്യാണമൊക്കെ. ഹല്ലേലൂയ എന്ന് മനുഷ്യൻ നിരൂപാനിടയിൽ തീർന്നു. മനുഷ്യന്റെ നിരൂപണം പിന്നെ ഈ ദൈവജനം പറയുന്നത് മനുഷ്യന്റെ നിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഏദൻ തോട്ടത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നപ്പോൾ അനുഭവിപ്പാനായി കൊണ്ടുവന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ തിന്മയായി തീർന്നു. അവിടെ സാത്താൻ വന്നു അവൻ്റെ ഹല്ലേലൂയ അവൻ്റെ നന്മയെ തകർപ്പാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നന്മ എപ്രകാരം തകർന്നു പോയെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം മനുഷ്യൻ്റെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ഒരുക്കി വച്ചിരുന്ന ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ തകർന്നു പോയത് എപ്രകാരം? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-5 വചനങ്ങൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3:4-5 അവിടെ നമ്മെ തെറ്റിച്ച പാമ്പ് സ്ത്രീയോട്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആദിയിലെ ശത്രുവാകുന്ന സാത്താനാകുന്ന പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം നിങ്ങൾ മരിക്കയില്ല. പാമ്പ് വന്നിട്ട്, സാത്താൻ വന്നിട്ട് തൻ ദൈവത്തിൻ്റെ മനുഷ്യനോട് ഇടപെടുവാനിടയിൽ തീർന്നു. ദൈവം സൃഷ്ടിച്ച് തോട്ടത്തിൽ നന്മ അനുഭവിക്കാൻ വേണ്ടി ആക്കിയിട്ട് അങ്ങോട്ട് പോയതിൻ്റെ മറവിൽ സാത്താനി ആമേൻ ദുരാത്മാവ് ആമേൻ ഇങ്ങോട്ട് വരുവാനിടയിൽ തീർന്നു. ദുരാത്മാവുന്ന സാത്താൻ പാമ്പിൽ കൂടെ ഇങ്ങോട്ട് ഇഴഞ്ഞു വന്നിട്ട് ആമേൻ ആമേൻ ആദിമ മനുഷ്യരോട്, സ്ത്രീയോട് ചോദിച്ചു, ഔവയോട് ചോദിച്ചു, ആമേൻ ഈ തോട്ടത്തിലുള്ള ആമേൻ വൃക്ഷഫലങ്ങൾ മുഴുവനും തിന്നരുതെന്ന് വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്നത് സ്ത്രീയോട് ചോദിപ്പാനിടയായി തീർന്നു. അതിന് സ്ത്രീ പറഞ്ഞത് ആമേൻ ഹല്ലേലൂയ തോട്ടത്തിലുള്ള വൃക്ഷഫലം മുഴുവൻ തിന്നാം, പക്ഷേ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത് എന്ന് പറയുവാനിടയിൽ തീർന്നു. ആയതിന് മറുപടിയായിട്ടാണ് സാത്താൻ പറയുന്നത്. മോളെ വായിച്ചാലും പാമ്പ് സ്ത്രീയോട്, സാത്താൻ സ്ത്രീയോട് പറയുകയാണ്, നിങ്ങൾ മരിക്കയില്ല. ദൈവം പറഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവുമായിട്ട് പിന്നെ ഒരു കാര്യവുമില്ല. ചത്തവരാ, പിന്നെ മരിച്ചവരാ.
ജീവച്ചവങ്ങളാ. ഏത് നിമിഷവും രോഗം, ഏത് നിമിഷവും കഷ്ടം, ഏത് നിമിഷവും കണ്ണുനീര്. ഒരു ഉയർച്ചയുമില്ല, നന്മ പ്രാപിക്കാൻ കഴിയത്തില്ല. വിതച്ചാൽ 100 പേര് ലഭിക്കത്തില്ല. എപ്പോഴും സങ്കടമാ. 100 പേര് ലഭിക്കുമെന്നുള്ള പ്രത്യാശയോട് കൂടെയാണ് വിതച്ചത്. ഒരുപാട് ജോലി ചെയ്തു, ഫലം കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് വേല ചെയ്തു, ലഭിക്കുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളെ വായിച്ചാലും നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ഹല്ലേലൂയ. സാത്താൻ പറഞ്ഞ കാര്യമാണ്. ആമേൻ. ഹല്ലേലൂയ. സാത്താൻ പറഞ്ഞ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സാത്താൻ പറഞ്ഞ കാര്യം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സാത്താൻ പറഞ്ഞ എന്താണ്? നിങ്ങൾ തിന്നുന്ന നാളിൽ തോട്ടത്തിലെ ഫലം, ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറയുവാനിടയിത്തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ പോലെ ആകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആർക്കെങ്കിലും ദൈവത്തെ പോലെ ആകാൻ കഴിയുമോ ദൈവമക്കളെ? നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലേ? ആമേൻ. ദൈവത്തെ പോലെ ആകുവാൻ നമുക്ക് കഴിയുമോ? കഴിയത്തില്ല. ദൈവത്തിന്റെ സൃഷ്ടിയാണ്, നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. എന്നാൽ ലോകപ്രകാരം നോക്കി അനവധി നിരവധി ദേവന്മാരുണ്ട് കേട്ടോ. 33 കോടി ദേവന്മാരുണ്ട് ഭൂതലത്തിൽ നിന്ന്. സാത്താൻ വെച്ചിരിക്കുകയാണ്. പാമ്പ് സാത്താൻ. ആമേൻ. ആമേൻ. സാത്താൻ വച്ചിരിക്കുകയാണ്. ആമേൻ. 33 കോടി ദേവന്മാരെ. കാണുന്നവനെല്ലാം ദേവൻ. കുറച്ച് രൂപ പണം ഉണ്ടെങ്കിൽ അവൻ ദേവൻ. ആമേൻ. കുറച്ച് സാമർഥ്യം ഉണ്ടെങ്കിൽ അവൻ ദേവൻ. കുറച്ച് അറിവുണ്ടെങ്കിൽ അവൻ ദേവൻ. കുറച്ച് ജ്ഞാനമുണ്ടെങ്കിൽ അവൻ ദേവൻ. സാത്താൻ വച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സാത്താൻ ഇവിടെ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നിങ്ങൾ മരിക്കയില്ല. നിങ്ങൾ ആലയത്തിൻ്റെ നാൾ കണ്ണ് തുറന്നിട്ട് നിങ്ങൾ നന്മതിമകളെ കുറിച്ച് തിരിച്ചറിഞ്ഞ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന്. ആമേൻ. അത്ര വലിയൊരു മോഹത്തെ സ്ത്രീയുടെ മേൽ അങ്ങോട്ട് ഇടുവാനിടയിൽ തീർന്നു. ഒരു വലിയ മോഹം, ദൈവത്തെ പോലെ ആകുക എന്ന മോഹം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സാത്താനാകുന്നു ആമേൻ മനുഷ്യനെ പാപിയാക്കി നശിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മോഹം എവിടെ നിന്നാണ് വരുന്നത്? സാത്താനിൽ നിന്നോ. പാപം എവിടെ നിന്ന് വരുന്നു? സാത്താനിൽ നിന്നോ, മോഹത്തിൽ നിന്ന് വരുന്നു. ദൈവജനം പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് രോഗിയായിത്തീരുന്നു. രോഗം മുഴുത്തിട്ട് മരണം വരുന്നു. അവനെ ഒരു ദേഹവും മരിക്കരുതെന്ന് നശിച്ചുപോകുന്ന ദൈവം ഇഷ്ടമാണ്. എല്ലാവരും രക്ഷിക്കപ്പെടുന്നതാണ് ദൈവം ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇപ്രകാരം പറഞ്ഞ് മനുഷ്യനെ തെറ്റിച്ച സാത്താന്റെ ജീവിതത്തിൽ നോക്കിയാൽ സാത്താൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? സാത്താൻ ആമേൻ ദൈവ പുരുഷനായിരുന്നു. ദൈവത്തെ സൃഷ്ടിച്ചവനായിരുന്നു. ആ സാത്താൻ ഒരിക്കൽ ദൈവസന്നിധിയിൽ വെച്ച് സാത്താനെന്ന ആ ദൂതനെ ആമേൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഒരുക്കിയ ആ ദൂതൻ ഹല്ലേലൂയ ദൈവത്തിന് മേകളിൽ ദൈവമാകുമെന്ന് ചിന്തിച്ചു. ഹല്ലേലൂയ. സാത്താൻ ദൈവത്തിന് മേലെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് മേലെ ദൈവമാകുമെന്ന്, ഈ ദൈവത്തിന് മേൽ തന്നെ സൃഷ്ടിക്കുന്ന ദൈവത്തിന് മേലെ ആമേൻ ദൈവമാകുമെന്ന് ആമേൻ ചിന്തിച്ചു. ആമേൻ. അങ്ങനെ ആ ദൂതൻ ആമേൻ ഈ നമ്മുടെ സൃഷ്ടിച്ച ദൈവത്തിന് മേലിൽ ഒരു ദൈവമാകുമെന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ദൈവം അതറിഞ്ഞ് വെട്ടി അങ്ങോട്ട് താഴെ ഇട്ടു. അപ്പോൾ ഇപ്പം മരിച്ച് കിടക്കുകയാണ് സാത്താൻ. ഇപ്പം മരിച്ചവരുടെ ലിസ്റ്റിലാണ് കേട്ടോ. സാത്താൻ ചത്ത് കിടക്കുകയാണ്. മരണ അധികാരിയാണ്. ആ ചത്ത ദൂതനാണ് ഈ ലോകത്തെ മരിപ്പിച്ചിട്ടേക്കണത്, കൊന്നിട്ടേക്കണത്, നശിപ്പിച്ചിട്ടിരിക്കുന്നത്. ആമേൻ. ഈ പാപപങ്കുലമാകുന്ന ലോകത്തെ സൃഷ്ടിച്ചാക്കിയത്, നശിപ്പിച്ചത് സാത്താനാകുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്വോത്രം. ആമേൻ. ഏദൻ തോട്ടം, ആമേൻ, ഈ ഭൂമി മുഴുവനും ദൈവം ഏദൻ തോട്ടമാക്കി വെച്ചിരുന്നതാണ്. എന്നാൽ ഭൂമിയിൽ കായ്ഫലമില്ലാത്തതും ആമേൻ ഉള്ളംകാരെ പിടിച്ച അനുഭവങ്ങളൊക്കെ വന്നത് സാത്താൻ നിമിത്തമാണ്. മരുഭൂമി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സാത്താൻ നിമിത്തമാണ്. ദൈവത്തിന്റെ തോട്ടമായിരുന്നതെല്ലാം നിരവധി നന്മകൾ നിറഞ്ഞിരുന്ന തോട്ടമായിരുന്നു. കഷ്ടതയില്ല, കണ്ണുനീരില്ല, സങ്കടമില്ല, വേദനയില്ല, നിലവിളിയില്ല.
രോഗമില്ല, ദുരിതമില്ലാത്ത ലോകം ഉണ്ടായിരുന്നു. എന്നാൽ സാത്താൻ നിമിത്തം ഇതെല്ലാം ഭൂതലത്തിൽ വന്നു. മനുഷ്യനെ തകർത്തു, തരിപ്പണമാക്കി, ഭൂതലത്തെ തകർത്തു, അച്ചോടച്ചു വെച്ചിരിക്കുകയാണ് സാത്താൻ. ഇന്ന് മനുഷ്യൻ സാത്താനെ തിരിച്ചറിയുന്നില്ല. ദൈവമക്കളെ, സാത്താനെ തിരിച്ചറിയുന്നില്ല. ഇവിടെ പറയുന്നത്, ആമേൻ, സാത്താൻ വന്നിട്ട് മനുഷ്യനോട് പറയുന്നത്, നിങ്ങൾ ആമേൻ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന്. ഒരിക്കൽ സാത്താൻ വിരോധമായി പ്രവർത്തിച്ചതുകൊണ്ട് വേണം വിട്ടേറ്റ് താഴ്ത്തി കിടക്കണത്, ചത്ത് കിടക്കണത്. ചത്ത സാത്താൻ മരണാധികാരി. ആമേൻ എല്ലാവരെയും മരിപ്പിക്കുന്നവൻ. മരണം സാത്താൻ മുഖാന്തരം വന്നു. പാപനിമിത്തം മരണം ആമേൻ സാത്താൻ കൊണ്ട് പാപം വിതച്ച നിമിത്തം, മാനവ ജീവിതത്തിൽ പാപത്തെ വിതച്ച നിമിത്തം, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയ നിമിത്തം പാപം ഈ ലോകത്തിൽ വന്നു. ആമേൻ ഇവിടെയും മനുഷ്യനെ മോഹിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ദൈവത്തെ പോലെ ആകുമെന്ന് ഇന്ന് ഒട്ടനവധി പേര് ആമേൻ ആമേൻ മനുഷ്യൻ ആമേൻ ദൈവത്തെ പോലെ എന്നാണ് പറഞ്ഞ് നടക്കുന്നത്. ഒത്തിരി കുറച്ച് കാര്യങ്ങളൊക്കെ ദൈവത്തെ സംബന്ധിച്ചറിയാം. അവൻ ദേവൻ. ഇന്ന് ഒരുപാട് പേര് ദേവന്മാരുണ്ട് ഭൂതലത്തിൽ. ദൈവജനം പറയും, നിങ്ങളൊക്കെ ഈ ദേവന്മാരല്ലയോ? ദേവന്മാരെന്ന് പറഞ്ഞാണ് നടക്കുന്നത്, മത്സരിച്ചാണ് നടക്കുന്നത്, ദൈവഭയമില്ല. ആമേൻ. ഇന്ന് നമ്മളോട് കൂടെയൊക്കെ കൂട്ടായ്മയാക്കി എത്ര പേരുണ്ട് ലോകപ്രകാരം മത്സരികള്? ആമേൻ. കൂട്ടായ്മ ആചരിപ്പാൻ, സ്നേഹിപ്പാൻ, പരസ്പരം ആരുണ്ട്? സഹതപിപ്പാൻ, സ്നേഹിപ്പാൻ, നൽകുവാൻ, സഹകരിപ്പാൻ ആരാ ഉള്ളത്? നമ്മൾ നമ്മുടെ എടുക്കുകയും നമ്മുടെ ദൈവവും നമ്മൾ മാത്രമല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ മാത്രമേ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, മനുഷ്യൻ, ആമേൻ, ആമേൻ, മനുഷ്യൻ, ഹല്ലേലൂയ, ദൈവവചനപ്രകാരം മരിച്ചിരിക്കുകയാണ്. മരിപ്പാറായി, ആമേൻ, മരിപ്പാനിടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അങ്ങനെ സാത്താൻ കൊന്നിട്ടിരിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ സ്വത്രം സാത്താൻ്റെ അക്രമത്തിൽ ഒരുപാട് ഇരയായിട്ടുള്ളവരാണ്. ഒരുപാട് സാത്താന്മാർ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. നമ്മളെ സാത്താൻ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കരവർത്തിയാട്ടെ. ഒരുപാട് സാത്താന്മാർ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പിന്നെ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലേ? സ്വത്രം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സാത്താന്റെ വെട്ടിൽ നിന്ന് ഒത്തിരി പേര് അനുദിനം വെട്ടാണ് സാത്താൻ. എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കണം. സ്വത്രം, ഹല്ലേലൂയ. ഒത്തിരി വെട്ടൊക്കെ നമ്മൾ വാങ്ങിയ, ഒത്തിരി കണ്ണുനീര് കുടിച്ചവരാണല്ലേ നമ്മൾ, ഒത്തിരി ഭാരം വഹിച്ചവരാണല്ലേ, ഒത്തിരി രോഗം ശീലിച്ചവരാണല്ലേ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി രോഗം ശീലിച്ചു. അവൻ രോഗിയായിരുന്നു പലപ്പോഴും. ആമേൻ. അവൻ സോദർ, ഹല്ലേലൂയ, കർത്താവ് നമുക്ക് വേണ്ടി മരിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം ആമേൻ 17 ആമേൻ, ഹല്ലേലൂയ, ആമേൻ 33 17 18 വചനം വായിക്കുമ്പോൾ അവിടെ മനുഷ്യനെ കുറിച്ച് അവിടെ എന്താ എഴുതിയിരിക്കുന്നു എന്ന് വായിച്ചാലും, ദേവാസിയെ കുഞ്ഞുമോളെ വായിച്ചാലും, ഷാനുമോള് വായിച്ചാലും, ഹല്ലേലൂയ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 3 17 18. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ദൈവം പറയാണ്, ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ മാനുഷികമായിട്ടുള്ള ലൗകികമായുള്ളത് സാത്താനിൽ നിന്നുള്ളത് കേട്ടത് അനുസരിച്ചത് കൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഭൂമി ശാപഗ്രസ്തമായ ഭൂമിയാണിത്. ഇവിടെ വധച്ച വല്ലതും ഉണ്ടാകും? ശാപഗ്രസ്തമായ ഭൂമിയിൽ വല്ലതും വധച്ച ഉണ്ടാകുമോ? മനുഷ്യന്റെ ബുദ്ധിയൊക്കെ പോയിരിക്കുകയാണ് ഇവിടെ. അതിന്റെ വിവേകം, ദൈവമായിട്ടുള്ള ബന്ധം പോയി. സാത്താൻ മനുഷ്യനെ മുഴുവൻ ദേവന്മാരാക്കി വെച്ചിരിക്കുകയാണ്. ഒരിക്കല് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ഭരിക്കുന്ന സ്ഥലത്ത് ആമേൻ വെട്ടുക്കിളി വരുവാനിടയിൽ തീർന്നോട്ടെ. വെട്ടുക്കിളി വന്ന് ആ പ്രദേശത്തിലെ ഹല്ലേലൂയ വിളവുകളെ ആമേൻ റാഗിത്തോട്ടങ്ങളെയും ആമേൻ ചോളത്തോട്ടത്തെയും പലവിധമായ ധാന്യശേഖരങ്ങളെ തിന്ന് നശിപ്പിക്കാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് 4-5 വർഷത്തിന് മുൻപേയാണുള്ള കാര്യമാണ് ഈ പറയുന്നത്. ആമേൻ, ആമേൻ. അപ്പോൾ ആമേൻ വെട്ടുക്കിളി വന്ന സമയത്ത് ഈ ഭൂസീമവാസികൾ പറഞ്ഞെന്തെന്നറിയാമോ? ഭൂസീമവാസികൾ പറഞ്ഞത് ഹല്ലേലൂയ, ആമേൻ, ആമേൻ,
പാകിസ്ഥാനാണ് ഈ വെട്ടുക്കിളിയെ ഉണ്ടാക്കി ഹല്ലേലൂയ നമ്മുടെ ഇന്ത്യയിലേക്ക് അയച്ചതെന്ന്. പാകിസ്ഥാൻ ഉണ്ടാക്കി വെട്ടുക്കിളിയെ ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് അയച്ചു. എത്ര പോഷത്വം! മനുഷ്യന് ഭൂഷന്മാരാക്കി വെച്ചിരിക്കുകയാണ് ദൈവമല്ല സാത്താൻ. കുരുട്ട് കണ്ണ്, ഒരു കാഴ്ചപ്പാടുമില്ല. ഭൂമിയിൽ ആർക്കെങ്കിലും ഒരു ജീവനുള്ള ഒരു അണുവിനെ പോലും ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു ജീവി ഉണ്ടാക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ജീവനെയും നമുക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇവിടെ സയൻസും ശാസ്ത്രവും ആമേൻ നിരീക്ഷവാദികളൊക്കെ പലതും ഒക്കെ പറയുകയാണ്. അതൊന്നും പറയാനുള്ള സമയമില്ല. കൊറോണ വന്ന സമയത്ത് ചൈനക്കാരെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു വരത്തി, ഭൂമി മൊത്തം പറഞ്ഞു വരത്തി. ചൈനക്കാരൻ്റെ ആമേൻ ബാലിസ്റ്റിക് മിസൈലിൽ നിന്ന് ചാടിയതാണെന്ന്, അവൻ്റെ ആണവ ബോംബിൻ്റെ അകത്ത് നിന്ന് ചാടിയതാണ് കൊറോണ എന്ന്. മോശന്മാർ എന്താ ഇവരുടെ ബുദ്ധി! ഒരുപാടൊക്കെ അങ്ങ് സൂര്യൻ ചന്ദ്രനിൽ വരെ പോകാൻ വരെയുള്ള കണ്ടുപിടിച്ചു. എന്നാലും തലയ്ക്ക് ഈ ജീവൻ്റെ ചിന്തകളൊന്നും വരുന്നില്ല കേട്ടോ, പോഷത്തെ ചിന്തകൾ. കൊറോണ വന്നത് ചൈനക്കാരൻ്റെ ആയുധത്തിൽ നിന്ന്, അവൻ്റെ ഹല്ലേലൂയ ആറ്റം ബോംബിൽ നിന്ന് ചാടി അല്പസ്വല്പായതെന്ന് പുറത്ത് ചാടിയതാണ് ഇവിടെ എല്ലാം ആയത്. ആമേൻ. കൊറോണ വന്ന ദൈവം അയച്ചൊരു വ്യാധി കേട്ടാൽ നമുക്ക് ദൈവം അയച്ചൊരു വ്യാധിയാണ്. ദൈവം അറിയാതെ ഒന്നും ലോകത്തിൽ വരുന്നില്ല. അതിൽ വെട്ടുക്കിളി നരേന്ദ്രമോദി ആകും നമ്മളെ പ്രധാനമന്ത്രി ഭരിക്കുന്ന സ്ഥലത്ത് വെട്ടുക്കിളി വന്നപ്പോൾ മനുഷ്യർ കുറേ പേരൊക്കെ പറഞ്ഞത് പാകിസ്ഥാൻകാരെ ഉണ്ടാക്കി വിട്ടത്. പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ നിന്നാണ് വന്നത്, മരുഭൂമിയിൽ നിന്നാണ് ആ വെട്ടുക്കിളി വന്നത്. അല്ലെങ്കിൽ വെട്ടുക്കിളി വന്നപ്പോൾ നമ്മളെ സർക്കാർ എന്താ പറഞ്ഞത്? വെട്ടുക്കിളി ഓടിക്കാൻ വേണ്ടി ഈ തകിടൊക്കെ വെച്ച് ഇങ്ങനെ പാത്രത്തിലൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ച് ഓടിക്കുമ്പോൾ ഇത് ഇപ്പുറത്തും ചാടി അപ്പുറത്തിരിക്കും, അവിടെ വെച്ചടിക്കുമ്പോൾ അവിടെ നിന്ന് അപ്പുറത്തിരിക്കും. അങ്ങനെ അവരുടെ ക്രമീകരണങ്ങൾ, ഇവിടുത്തെ ക്രമീകരണങ്ങൾ നിമിത്തം കുറേയൊക്കെ മരുന്നുകളെ കൊണ്ട് അടിച്ചു. എന്നാൽ വെട്ടുക്കിളിയെ വരുത്തുന്നതും ഓടിക്കുന്ന ദൈവമാണ്. വെട്ടുക്കിളിയെ ദൈവം കാറ്റില് ദൈവത്തിൻ്റെ കാറ്റ് വെട്ടുകിളിയെ കൊണ്ടുവരും. എന്നാൽ ദൈവം എടുത്തു മാറ്റേണ്ട സമയത്ത് ദൈവത്തിൻ്റെ കാറ്റ് വരും, വെട്ടുക്കിളിയെ എടുത്ത് കടലിലിടും, മരുഭൂമിയിലിടും. ദൈവം അറിയാതൊന്നും വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ രോഗം വന്നാലോ, ഭാരം വന്നാലോ, പ്രയാസം വന്നാലോ, പ്രതിസന്ധി വന്നാലോ ദൈവം അറിയാതെ വരുന്നില്ല. നമ്മൾ മനുഷ്യനെ ദൈവത്തെ വിട്ടുപോയാൽ നമ്മൾ രോഗിയായി തീരും, ഭാരപ്പെടും, നമ്മൾ മരിപ്പാനിടയിൽ തീരും. ഹല്ലേലൂയ. എന്നാൽ നമ്മളൊക്കെ മരിച്ചു പോകണമെന്നല്ലേ ഊസീമവാസികൾ നമ്മുടെ കാര്യമെന്ന് പറയുന്നത്. ഊസീമവാസികളുടെ കാര്യമാണ് പറയുന്നത്. ആരും നശിച്ചു പോകരുത്, എല്ലാവരും ദൈവവചനം കേട്ട് രക്ഷപ്പെടണമെന്നാണ്. വീണ്ടും ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ ഇപ്പോഴ് മനുഷ്യനെ മുഴുവനും നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി അസ്ഥികളാക്കി തീർത്തിരിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. അസ്ഥിയാണ്. അസ്ഥിക്ക് വല്ലതും ജീവനുണ്ടോ ദൈവമക്കളെ? അസ്ഥി കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ദൈവമക്കളെ? വളമുണ്ടാക്കുന്ന ഫാക്ടറിക്ക് കിട്ടിയ അവരെല്ലാം അടിച്ചു പൊടിച്ച് അടുത്ത് ഏതെങ്കിലും സസ്യങ്ങൾക്ക് വിതറുവാൻ വേണ്ടി എല്ലുപൊടിയാക്കി തീർക്കും അവരേൽ കിട്ടിയ വളം ഉണ്ടാക്കുന്ന കമ്പനിക്ക് കിട്ടിയാൽ എല്ല് കിട്ടിയാൽ ഇപ്പൊ ഒരു സാധ്യതയില്ലാതെ കിടക്കുകയാണ്. ഭൂലോകത്തെ കുറിച്ച് ഉപമിച്ച് പറയുകയാണ്. അസ്ഥിക്കും ഭാരമായി കിടക്കുന്ന അനുഭവം. ഒരിടത്തും ജീവനില്ല, ദൈവിക ജീവനില്ല, ദൈവത്തിന്റെ ആത്മാവ് ഒരിടത്തും പ്രവർത്തിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ആദ്യം മുതൽ അവസാനം വരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേൻ. യെഹെസ്കേലിന്റെ പുസ്തകം 37:2 മുതൽ ഒന്ന് വായിച്ചാലും ഈ വചനം വായിച്ച് നമുക്ക് വേഗത്തിൽ വിരാമം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ചത്ത് കിടക്കുന്നത്, മരിച്ചു കിടക്കുന്നതിനെ ഉയർത്തുന്ന ഒരു കർത്താവ് എന്ന പകൽക്കാലത്ത് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ചാവാറായതിനെ, ശേഷിപ്പിനെ ഉയർത്തുന്ന അവൻ പിന്നെയും പുതുശക്തി പകർന്ന് ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന് വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. എത്ര പേര് ശ്രദ്ധിക്കുന്നു? യെസ്. യെഹെസ്കേലിന്റെ പുസ്തകം 37:2 മുതൽ ഒന്ന് വായിച്ചാട്ടെ. അവിടെ യെഹെസ്കേലിനെ അസ്ഥികൾ നിറഞ്ഞ താഴ്വരെ നിർത്തിയിരിക്കുകയാണ്. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി, യെഹെസ്കേലിനെ ഹല്ലേലൂയ ദൈവം യഹോവയായ ദൈവം അസ്ഥികളുടെ ഇടയിൽ കൂടെ ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും
അത്രയും അധികമായിരിക്കുകയാണ്. ഇപ്പൊ ഇസ്രായേൽ മൊത്തം മരിച്ചു കിടക്കുകയാണ് കേട്ടോ. ഇസ്രായേൽ മൊത്തം മരിച്ചു കിടക്കുകയാണ്. എന്നാൽ ദൈവം വന്നിരിക്കുന്നത് അവനെ പിന്നെയും ജീവിപ്പിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാനാണ് വന്നത്. കാനാൻ ദേശത്തേക്ക്, നിത്യഭവനത്തിലേക്ക് കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. കർത്താവ് വന്നിരിക്കുന്നത്. പ്രവാചകൻ നോക്കിയപ്പോൾ കാണാം, ആമേൻ, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ് ചന്നഭിന്നമായിട്ട്, ആമേൻ, ഒരു യോജിപ്പുമില്ലാതെ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ നടുവിലൂടെ പ്രവാചകരെ ചുറ്റി 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 നടക്കുമാറാക്കി. വായിച്ചാലും അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. യെസ്, അവൻ എന്നോട് മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് യഹോവയായ ദൈവം, ആമേൻ, പ്രവാചകനോട് ചോദിച്ചു. ഹല്ലേലൂയ. പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞത്, അങ്ങറിയുന്നു ഈ അസ്ഥികൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് അങ്ങറിയുന്നു. ആമേൻ, അങ്ങല്ലയോ ഈ മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചത്, മനുഷ്യനെ പൊടിയിൽ നിന്ന് ഉളവാക്കിയത്, അവൻ്റെ മേൽ അസ്ഥി വച്ചത്, അവൻ്റെ മേൽ ത്വക്കും മാംസവും, അവൻ്റെ മേൽ ഞരമ്പും മാംസവും വച്ചത്, അവൻ്റെ മേൽ ആമേൻ ത്വക്ക് കൊണ്ട് പൊതിഞ്ഞത്, അവൻ്റെ മേൽ അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത്, അവൻ്റെ മേൽ മൂക്കിൽ ശ്വാസം ഊതി. അങ്ങല്ലയോ? അറിയുന്നില്ലയോ? അങ്ങെല്ലാം അറിയുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. അതിന് ദൈവം പറഞ്ഞ മറുപടി വായിച്ചാൽ മകളെ, അതിന് ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അറിയുന്ന ദൈവം അറിയാതെ ഒരു കാര്യവുമില്ല. ആരൊക്കെ ജീവിക്കണം, ആരൊക്കെ വിടുവിക്കപ്പെടണം, ആരൊക്കെ സൗഖ്യമാകണം, ആരൊക്കെ അനുഗ്രഹിക്കപ്പെടണം, ആരൊക്കെ ഉയർച്ച പ്രാപിക്കണം, ആരൊക്കെ ഈ ലോകത്തിൽ നിൽക്കും, വിശ്വാസത്തിൽ നിൽക്കും എന്നൊക്കെ ദൈവം അറിയുന്നു. ദൈവം അറിയാതെ ഇവിടെ വന്നില്ല. നമ്മളിവിടെ കൂടി വന്നത് ദൈവം അറിഞ്ഞിട്ടാണ്. കർത്താവാണ് നമ്മളിവിടെ കൂട്ടി വരുത്തിയത്, മനുഷ്യനല്ല, മൃഗപ്രായന്മാരല്ല. ദൈവമാണ് നമ്മളിവിടെ കൂട്ടി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ദോഷവും ദൈവം ചെയ്യൂല. ഇവിടെ ഞാനിവിടെ ശുശ്രൂഷയ്ക്ക് ഈ ആലയത്തിൽ കാലുവെച്ച നാൾ മുതൽ നമ്മുടെ സഭയ്ക്ക് ഒരു ആത്മാവിനൊരു ദോഷവും വന്നില്ല കേട്ടോ. അവ എൻ്റെ മിടുക്കൊണ്ടല്ല, ദൈവം നമ്മുടെ ജീവനുള്ള ദൈവമുണ്ട്. നമ്മുടെ ദൈവമക്കളെ ജീവിപ്പിക്കുന്നവനാണ്. മരിച്ചാൽ ഉയർത്തി ജീവിക്കുന്ന, രോഗിയായി തീർന്നാൽ, ക്ഷീണം വന്നാൽ, ഭാരപ്പെട്ടാൽ അവൻ രോഗശാപമായ പാപമോചനം നൽകി രക്ഷിപ്പനിടെ തീരും. എല്ലാറ്റിൽ നിന്നും വിടുതൽ നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ വിടുതലില്ല, തോന്നുന്നില്ല. ആമേൻ. ഇവിടെ അസാമിന്റെ നാമത്തിൽ അസാധ്യമായത് ഒന്നുമില്ല. ആയതുകൊണ്ട് ഭക്തന്മാമേൻ, ആമേൻ, പ്രവാചകൻ നീയെല്ലാം അറിയുന്നു എന്ന് പറഞ്ഞു. നീ അറിയുന്നു ആയതുകൊണ്ട് ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുത്തു. ദൈവം പിന്നെയും പ്രവാചകനോട് സംസാരിക്കണം. മകളെ വായിച്ചാലും അവൻ എന്നോട് സ്വർഗത്തിലെ വലിയ രാജാവ് എന്നോട് കൽപ്പിച്ചത്, ആമേൻ, നിത്യൻ, ആദ്യനും മന്ദനും നീതി സൂര്യനാകുന്ന കർത്താവ്, ഇരുന്നവൻ ഇരിക്കുന്നവനുമാകുന്ന, ആമേൻ, സൈന്യങ്ങളുടെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ആമേൻ. നോക്കിക്കേ, ഉണങ്ങിക്കിടക്കുന്ന, വരണ്ട് കിടക്കുന്ന എല്ലാ സാധ്യതയും ആമേൻ അസ്തമിച്ച് ഇനി ജീവിക്കത്തില്ല. ആമേൻ. എല്ലാ പ്രത്യാശയും നശിച്ചു. നല്ലൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നത്, നല്ലൊരു ഉയർച്ച ആഗ്രഹിച്ചത്, നല്ല പദവികൾ ആഗ്രഹിച്ചിരുന്നതാ പല കാലത്തില്. സൃഷ്ടിച്ച നാളിൽ ഒരുപാട് അനുഭവിക്കാം, ഒരുപാട് നന്മ അനുഭവിക്കാം, ഒരുപാട് ഉയർന്ന് ജീവിക്കാം, ഒരുപാട് കാലം ദൈവത്തോടു കൂടെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചിരുന്നതാ. പക്ഷെ സാത്താൻ തകർത്ത് തരിപ്പണമാക്കിയ ദൈവങ്ങളെ പെട്ടെന്ന് മോഹിപ്പിച്ചു, പെട്ടെന്ന് ആമേൻ പാപിയാക്കി മോഹിപ്പിച്ചു, പാപിയായി തീർത്തു, പെട്ടെന്ന് രോഗിയാക്കി തീർത്തു, പെട്ടെന്ന് ക്ഷീണം വന്നു, പെട്ടെന്ന് ബലഹീനത വന്നു, പെട്ടെന്ന് കണ്ണുനീർ വന്നു, പെട്ടെന്ന് എല്ലാം അസ്തമിച്ചു. അസ്ഥിയായപ്പോ ഒരു സാധ്യതയുമില്ല. സാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. എത്ര പേര് രുചിച്ചറിയുന്നു? ഒന്ന് കരങ്ങളൊന്ന് അടിച്ച്, കരങ്ങളൊന്ന് ചേർത്തടിച്ച്, ഉള്ളങ്കാൽ മുതൽ ഉച്ചന്തല ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ കൊടുങ്കാറ്റിൽ, ആമേൻ, വൻകാറ്റിൽ, ചുഴലിക്കാറ്റിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവ. ആഴിയുടെ മേൽ, ആഴങ്ങളുടെ മേൽ, ആകാശ നീലിമയിൽ മകളെ വായിച്ചാലും ഷാനു വായിച്ചാലും സകലത്തിൽ മതി കർത്താവ.
വായിച്ചാലും യഹോവയായ കർത്താവ് യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. എൻ്റെ വചനം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിക്കേണ്ടത്. പ്രവാചകൻ പ്രവചിച്ചു പറയാണ്, എൻ്റെ ദൈവം പറഞ്ഞു നിങ്ങൾ ജീവിക്കേണ്ടത് എൻ്റെ വചനം കേൾക്കണമെന്ന് പറയേണ്ടതോ. എൻ്റെ വചനം കേൾക്കുന്നവൻ ജീവിക്കും. അവൻ മരിച്ചാൽ അവൻ പുറത്തു വരും, അവൻ ജീവിക്കും. അസ്ഥികളോടുകൂടെ എന്നെ കിടക്കത്തില്ല. എത്ര അസ്ഥികൾ ഇതിൻ്റെ അസ്ഥി ചെതറിപ്പോയാലും മടക്കി കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്റെ ഞരമ്പ് ആമേൻ ക്ഷയിച്ചു പോയാലും നശിച്ചു പോയാലും നിന്റെ മാംസം, നിന്റെ ത്വക്ക് ആമേൻ ലോകപ്രകാരം ആമേൻ അഴുകിപ്പോയാലും പുതിയ ശക്തിയായിട്ട് നിന്നെ പുറത്തു കൊണ്ടുവരും, പുതിയ ജീവൻ നൽകും. അതുകൊണ്ടാണ് കർത്താവ് ആമേൻ പുതുതായി ജനിച്ചില്ലെങ്കിൽ ആർക്ക് ദൈവരാജ്യം കാണുവാൻ സാധ്യതയില്ല. ദൈവിക വെളിപ്പാടുകൾ ദർശനങ്ങളെ പ്രാപിച്ചെടുക്കാൻ ആർക്കും സാധ്യമല്ല. പുതുതായി ജനിക്കണം, പുതുതായി ജീവിക്കണം, കർത്താവിനോട് ജീവിക്കണം, സിട്ടാവോട് ജീവനേശം അന്തിയുള്ളവരായി ജീവിക്കണം. ദൈവിക വിടുതലൊക്കെ നമ്മൾ പ്രാപിക്കുവാൻ അനുഭവിക്കാനിടയിൽ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഷാനുമോളെ വായിച്ചാലും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് നിന്നെ ഞാൻ മടക്കി കൊണ്ടുവരും. നിന്റെ മേൽ ഞാൻ അസ്ഥി വയ്ക്കും കേട്ടോ. നിന്റെ ചെതറിപ്പോയ അസ്ഥി ഉണ്ടല്ലോ, നീ കാണാതെ പോയ അസ്ഥികളുണ്ടല്ലോ, ആമേൻ ചെതറിക്കിടക്കുന്ന അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അസ്ഥികളെ നിന്റെ മേൽ ജീവൻ പകരാൻ പോവുക, നിന്റെ മേൽ ജീവൻ പകരാൻ പോവുക. ആമേൻ. സാത്താൻ തകർത്തായിട്ട അസ്ഥികളെ തിരിച്ചെടുക്കാൻ പോവുക. ദൈവം പ്രവാചകനോട് പറഞ്ഞു പ്രവചിക്കാൻ പറഞ്ഞു. ആമേൻ. ദൈവം ആമേൻ പ്രവാചകൻ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ പ്രവാചകൻ ആമേൻ കർത്താവ് പറഞ്ഞ പ്രകാരം പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഹല്ലേലൂയ അസ്ഥി വരുവാനിടയെത്തിയിരുന്നു. അസ്ഥി ചേർന്ന് വരുവാനിടയെത്തിയിരുന്നു. ആമേൻ. സാത്താൻ ചിതറിച്ച അസ്ഥി ചേർന്നു വരുവാനിടയെത്തിയിരുന്നു. ആമേൻ. പിന്നെയും ആമേൻ പ്രവാചകൻ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ അസ്ഥിയുടെ മേൽ ഞരമ്പ് വരുവാനിടയെത്തിയിരുന്നു. പിന്നെയും പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആമേൻ ഹല്ലേലൂയ അസ്ഥിയുടെ മേൽ ഞരമ്പും മാംസവും വരുവാനിടയെത്തിയിരുന്നു. പിന്നെയും പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ മേലെ ആമേൻ ഹല്ലേലൂയ അവൻ ജീവനില്ലായിരുന്നു. എന്നാൽ പിന്നെയും അവൻ പ്രവചിച്ചപ്പോൾ അവന്റെ മേൽ ജീവൻ വന്നു. ആമേൻ. അവൻ എഴുന്നേറ്റ് നിൽക്കുവാൻ തീർന്നു. അവൻ എഴുന്നേൽക്കുന്നു. ആമേൻ ഹല്ലേലൂയ. മോളെ വായിച്ചാലും തുടർന്ന് വായിച്ചാലും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് ദൈവം പറയാണ് ഞരമ്പും മാംസമൊക്കെ വെച്ച് പിടിപ്പിച്ച് തരും. എവിടെയൊക്കെ ക്ഷയിച്ചു പോയോ, എവിടെയൊക്കെ തളർന്നു പോയോ, എവിടെയൊക്കെ വീണു പോയോ, കുഴക്കി പോയോ, എവിടെയൊക്കെ കാണാതെ പോയോ, ആമേൻ മടക്കി കൊണ്ടുവരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അവനാൽ അസാധ്യമായത് ഒന്നുമില്ല. ആമേൻ. വായിച്ചാൽ മകളെ നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് ആമേൻ നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് ശ്വാസം വരുത്തും. വായിച്ചാലും ഞാൻ യഹോവയെന്ന്, ഞാൻ സകലത്തെ സൃഷ്ടിച്ചിരിക്കുമെന്ന് നിങ്ങൾ അറിയും. ഞാൻ യഹോവയായ ദൈവം സൃഷ്ടാവെന്ന് നിങ്ങൾ എല്ലാവരും അറിയും. ഇന്ന് സൃഷ്ടികൾ പല വാക്കാണ് കേട്ടോ. ആർക്കും ദൈവത്തെ അറിയത്തില്ല. ആരോ സൃഷ്ടിച്ചു, ആരോ ഉണ്ടാക്കി, ആരോ എനിക്ക് ജന്മം നൽകി. എങ്ങോട്ട് പോകുന്നു? സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് പോകുന്നു. സൃഷ്ടതാവ് ആരോ, സൃഷ്ടി ആരോ, ഒന്നും എനിക്ക് അറിയണ്ട. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആമേൻ. ലോകപ്രകാരം ചിന്തിക്കുക. ഇന്ന് ലോകത്തോട് നമ്മൾ ദൈവവചനം സംസാരിക്കാൻ പോയാൽ പൊട്ടന്മാരോട് പറയും പോലെയാണ് കേട്ടോ. വലിയ പാടാണ്. പലരോടും ഞാൻ പലപ്പോഴുമായി പലതും സംസാരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ മറുപടി ഭയങ്കര ഭോഷത്വമാണ്, മഹാഭോഷത്വമാണ് സംസാരിക്കുന്നത്. ആമേൻ. കുരുടൻ പറയുന്നത് പോലെ. കുരുടൻ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ല. കുരുടൻ ഒന്നും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. എങ്കിലും കിടന്ന് തർക്കിക്കും. ആമേൻ. മകളെ വായിച്ചാലും എന്നോട് കൽപ്പിച്ചതുപോലെ, ആമേൻ പ്രവാചകനോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ആമേൻ. അവൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ദൈവശബ്ദം, ദൈവാത്മാവിന്റെ ഒരു പ്രവാഹമുണ്ടായി. ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഈ ശ്വാസം ദൈവത്തിന്റെ വകയാണ് കേട്ടോ. നമ്മൾ മരിക്കുമ്പോൾ ഇത് ദൈവസന്നിധിയിലേക്ക് മടങ്ങി പോകുക ദൈവത്തിന്റെ വകയാണ്, സ്വന്തം വകയാണ് അവന്റെ ഈ പ്രാണൻ. നമ്മൾ
നമ്മുടെ മൂക്കിൽ നിന്ന് പോകാൻ ഒരുപാട് നേരമൊന്നും വേണ്ട. ആയതുകൊണ്ട് നമ്മളിത് കണ്ടെത്താവുന്ന കാലത്ത് ഇതൊക്കെ കണ്ടെത്തിക്കൊള്ളണം. പ്രാപിക്കേണ്ട കാലത്ത് പ്രാപിച്ചു കൊള്ളണം. അനുഭവിക്കേണ്ട കാലത്ത് അനുഭവിച്ചോളണം. ആമേൻ. വിലയ്ക്ക് വാങ്ങേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കൊള്ളണം. നമ്മുടെ വിളക്കിൽ ആമേൻ ഇത് സംഗ്രഹിച്ചു വെച്ചുകൊള്ളണം. എന്നാൽ മാത്രമേ പിന്നെ എനിക്ക് കത്തത്തുള്ളൂ, അല്ലെങ്കിൽ കത്തത്തില്ല. ആമേൻ. 10 കന്യകരന്മാരിൽ 5 പേര് വിളക്കിൽ എണ്ണയില്ലാന്ന പോലെ ഇരിക്കും. എന്തൊക്കെ കേട്ടാലും കുടം കമഴ്ത്തി വെച്ചിട്ട് ആമേൻ ആമേൻ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ആയാൽ അകത്ത് ആമേൻ സ്വീകരിക്കാതിരുന്നാൽ ഹല്ലേലൂയ അകത്ത് സ്വീകരിക്കണം, സംഗ്രഹിക്കണം, ഉപദേശം കൈക്കൊള്ളണം, നല്ലത് മുറുകെ പിടിക്കണം, തീയത് പുറത്തു കളയണം. യെസ്, എന്നാൽ നമ്മൾ ജീവിക്കും. നമ്മൾക്കൊരു ജീവന്റെ വചനങ്ങളാണ്, ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. മകളെ വായിച്ചാലും ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. ആമേൻ. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. അസ്ഥിയോട് ചതറിക്കിടന്നതൊക്കെയും സാത്താൻ ചതറിച്ചിട്ടിരുന്നതൊക്കെയും മടങ്ങി വന്നു കേട്ടോ. സംയോജിപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. സംയോജിപ്പിച്ചു. ആമേൻ. ഒരു മനുഷ്യനെ ആമേൻ ഒരു കുഞ്ഞിനെയും ആമേൻ ഒരു യുവതി യുവാവിനെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോഴേ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഒരു സ്ത്രീയെ പുരുഷനെയാണ് സംയോജിപ്പിക്കുന്നത്. ദൈവം യോജിപ്പിച്ചത് പിന്നെ 2 അല്ല. ആമേൻ. ദൈവം ഇവിടെ മനുഷ്യന്റെ ചിതറിക്കിടക്കുന്ന അസ്ഥികളെ യോജിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ ഞാൻ നോക്കി അവരുടെ മേൽ ഞരമ്പും മാംസവും വന്നത് അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. മരമ്മേ. പ്രവാചകൻ ദൈവ കൽപ്പന പ്രകാരം പ്രവചിച്ചുകൊണ്ട് ദൈവശബ്ദത്തിന് ദൈവ നിയോഗത്തിൽ അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങോട്ട് ഇതെല്ലാം ഉണ്ടായി കേട്ടോ. എത്ര പേര് ഇത് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നിയോഗം ഉണ്ടാകുമെന്ന് എത്ര പേര് എത്ര വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധ്യമായി തീരുമെന്ന്, നമ്മുടെ അസാധ്യങ്ങളൊക്കെ മാറിപ്പോകുമെന്ന്? ഹല്ലേലൂയ. നമ്മുടെ രോഗം മാറുമെന്ന്, നമുക്ക് പുതിയ ജീവൻ, പുതിയ ശരീരം, പുതിയ ആത്മാവ്, ആമേൻ, പുതിയ ത്വക്ക്, പുതിയ മാംസം ഒക്കെ നമ്മുടെ മേൽ വരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? വിരാമത്തിലേക്ക് പോവുകയാണ്. വായിച്ചാലും എന്നാൽ ശ്വാസം അവയിലില്ല. ദൈവം മനുഷ്യനെ ഉയർത്തി, ശ്വാസമില്ലായിരുന്നു കേട്ടോ. ആമേൻ. ദൈവം പറഞ്ഞു കാറ്റിനോട് ശ്വാസമേ പ്രവചിക്കാൻ പറഞ്ഞു. 4 കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. അങ്ങനെ 4 കാറ്റിനോട് പ്രവചിച്ചു. ഹല്ലേലൂയ. പ്രവാചകൻ പ്രവചിച്ചപ്പോഴേ ഹല്ലേലൂയ 4 ഈ നിഗതന്മാർ ജീവിക്കേണ്ടതിന്, ചത്ത് കിടക്കുന്നവന്മാർ ആമേൻ ശവപ്പറമ്പിൽ കിടക്കുന്ന നിഗതന്മാർ ജീവിക്കേണ്ടതിന്, അസ്ഥി കൂമ്പാരങ്ങൾ ജീവിക്കേണ്ടതിന് പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് 4 കാറ്റിൽ നിന്ന് അവന്റെ മേൽ ഊതി എന്നാകും ദൈവത്തിന്റെ വചനം. ഓ പ്രിയരെ, ഹല്ലേലൂയ. മകളെ വായിച്ചാലും അവൻ എന്നോട് പ്രവചിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവനിൽ മേൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയൊരു സൈന്യം. ആമേൻ. ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ സൈന്യമായി നിന്നു. ആരാണ്? വീണ്ടും ജനിച്ചവർ, വീണ്ടും ജീവിക്കുന്നവർ, വീണ്ടെടുക്കപ്പെട്ടവർ, വീണ്ടും വിശ്വസിച്ചവർ, നിറഞ്ഞു രക്ഷിച്ചവർ. ആമേൻ. വലിയൊരു സൈന്യമായി നിന്നു. ആമേൻ. വിശുദ്ധീകരിക്കപ്പെട്ടവർ വലിയൊരു സൈന്യമായി നിന്നു. വായിച്ചാലും പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത് മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമായിരുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ദൈവക്കളാണ്. പക്ഷേ നമ്മൾ പലപ്പോഴായി പുരോർത്തിട്ടില്ലേ? കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചതിന് അവസാനമില്ല, ഒരുപാട് കണക്കില്ല. ഞങ്ങൾ ഇങ്ങൊക്കെ ഓടി ആരാധിച്ചതാ, ഒരുപാട് ഉപദേശങ്ങൾ കേട്ടതാ. പക്ഷെ നിങ്ങളുടെ പ്രത്യാശ ഭംഗം വന്നിരിക്കുന്നു. രോഗത്തിന് വിടുതലില്ല, ഭാരത്തിൽ നിന്ന് വിടുതലില്ല. ഓ ഹല്ലേലൂയ. പലപ്പോഴും പെറുവൃത്തില്ലേ? പലപ്പോഴും നമ്മുടെ വിശ്വാസം അവിശ്വാസി ആയിപ്പോയില്ലേ? അവിശ്വാസികളുടെ കൂടെ ആയിപ്പോയില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലത്തില് നിന്നെ ജീവിപ്പിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. വായിച്ചാലും മകളെ, വായിച്ചാൽ വിരാം കൊടുക്കുകയാണ്. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും.
ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. മതി. ഞാൻ നിന്നെ ശവക്കുഴി തുറന്ന് നിന്റെ മേൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മാംസവും ആമേൻ അസ്ഥിയും മാംസവും അസ്ഥിയും മാംസവും വച്ച് ഞരമ്പ് വച്ച് കൊണ്ട് പൊതിഞ്ഞ് നിങ്ങളെ ജീവനുള്ളവരായി തീർത്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകും. ഇസ്രായേലിനെ കുറിച്ച് എന്താ പറയുന്നത്? എൻ്റെ ജനം, എൻ്റെ പിള്ളേര്. അവന് കാട്ടുപോത്തിന്റെ ശക്തിയാണ് കേട്ടോ, കാട്ടുപോത്തിന്റെ ശക്തിയാ ഇസ്രായേലിന്. അവന്റെ മുമ്പിൽ ഒരുത്തന് നിൽക്കത്തില്ല. വീരപരാക്രമിയാ, ശൂരനാ, മഹാശക്തിയാ. നമുക്ക് മുമ്പിൽ ഒരു രാജാവോട് സിംഹം, ഇസ്രായേലിന്റെ രാജാവ് യേശു നമ്മുടെ മുമ്പിലുണ്ട്. ആമേൻ ആമേൻ. ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയുടെ അന്വേഷിക്കുന്നു, ഒന്നിനും കുറവ് വരുന്നില്ല. നമ്മുടെ കർത്താവ് സിംഹമാ. ആമേൻ. രാജാവാ. അവൻ നമ്മളെ ചേർക്കുവാൻ വരാൻ ഈ കാലം ഏറെ ആസന്നമായി. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലത്തിൽ ഈ സന്ദേശം കേട്ട മുഴുവൻ മക്കളെ അനുഗ്രഹിച്ചാലപ്പ ഞങ്ങളുടെ അസാധ്യതകളൊക്കെ സാധ്യമാക്കി തരണമപ്പ. നമ്മുടെ ക്ഷീണം, ഭാരം ഒക്കെ മാറട്ടെ, രോഗം മാറട്ടെ, ദുഃഖവും ദുരിതമൊക്കെ മാറട്ടെ കർത്താവേ. പലപ്പോഴായി ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിരുന്നു കർത്താവേ. ഞങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു, ഞങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു അങ്ങയുടെ സന്നിധിയിൽ. അങ്ങയുടെ വചനം ഞങ്ങൾ കേൾക്കുന്നു അപ്പ, ഞങ്ങളെ തിരിച്ചറിയുന്നു യേശുവേ. ഞങ്ങളുടെ കണ്ണ് തുറക്കുന്നിരിക്കുന്നു, ഞങ്ങളുടെ ചെവി കേൾക്കുന്നു. കഴിഞ്ഞ കാലത്ത് ഞങ്ങളുടെ ചെവി കേൾക്കത്തില്ലായിരുന്നു, ചെകിടനായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങളുടെ കണ്ണ് കാണാതിരുന്നു, ഇപ്പോൾ ഞങ്ങൾ കാണുന്നു അപ്പ. യേശുവേ, ഞങ്ങൾക്ക് നടക്കുവാൻ, ഈ വഴിയിൽ നടക്കുവാൻ കഴിഞ്ഞില്ല, മുടന്തനായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ മുടന്തു മാറി, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, അധൈര്യപ്പെടേണ്ട, ക്ഷീണിച്ചു പോകേണ്ട, തളർന്നു പോകേണ്ട, കരയേണ്ട. ആമേൻ. ഒരിക്കൽ യേശു ആമേൻ ആമേൻ ഒരു അമ്മയ്ക്ക് ഒരു മകൻ, ഏക മകൻ, ആ മകൻ മരിച്ചിട്ട് ആമേൻ യേശു ആമേൻ അവര് ആ മകനെ അടക്കം ചെയ്യുവാൻ വേണ്ടി പുരുഷാരവുമായിട്ട് വരുമ്പോൾ യേശു അവരോട് എതിർപ്പെടുവാനിടയിക്കുന്നു. യേശു ആമേൻ മരിച്ചവന്റെ മഞ്ചം തൊട്ടു. ക്രൈസ്തലോട് മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ആമേൻ പാപമോചനവും മരണത്തിൽ നിന്ന് ഉയർപ്പുമുണ്ട്. നമുക്ക് നിത്യതയ്ക്ക് ഓടാം, ഒരുങ്ങാം ആമേൻ, അനുഗമിക്കാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അന്ത്യകാലമാ ഓ റീ കാലബ ശന്തരാലബ. എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവേ. മുഴുവൻ മക്കളെ അനുഗ്രഹിക്കണം. എല്ലാവരുടെ കാര്യങ്ങൾ സാധ്യമാക്കി കൊടുക്കണമേ. എല്ലാവരെയും ഉയർത്തണമേ പാ. അങ്ങ് ഈ ശബ്ദം ഞങ്ങൾ കേട്ടു. ചിലപ്പോൾ നാളെ ഞങ്ങളുടെ സ്നേഹിതന്മാർ മറ്റ് മാധ്യമങ്ങളിലൂടെ കേൾക്കുമായിരിക്കും. സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന മുഴുവൻ ആമേൻ മക്കളെയും അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ, രക്ഷിക്കണമേ, ഉയർത്തണമേ അപ്പ. ആരുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്ക് കുറവ് വരരുതേ. ദൈവത്തെ പ്രത്യാശിച്ച് നാളുകളിൽ ജയത്തോടെ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കും. മാനവകത്ത് പൊഴിച്ചെല്ലാം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ആത്മാവിൽ പ്രേരിപ്പിക്കുന്ന ഒരാളുടെ ഒരു പാട്ട് പാടി, പാട്ടിന്റെ ചില വരികൾ കൂടി പാടി വേഗത്തിൽ വരാൻ കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ആത്മാവിലെ ഒരു പാട്ട് വരുന്നത്, അന്ത്യകാല സംഭവങ്ങൾ.